Indo-Chinese dishes nu parnal nammada naattil ellavarkkum ishtana. അപ്പോൾ അതിനൊരു സൗത്ത് ഇന്ത്യൻ ടച്ചും കൂടി കൊടുത്തിട്ട് നമുക്ക് ഒരു ഇഡ്ലി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നിങ്ങൾക്ക് വീട്ടിൽ ബാക്കി വന്ന ഇഡ്ലി കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. വേറെ കറികളൊന്നും ആവശ്യമില്ല. ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻ കോഴ്സായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഡ്ലി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇഡ്ലി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തലേന്നത്തെ ഇഡ്ലി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ച് കട്ടിയുള്ള ഇഡ്ലിയാണ് നല്ലത്. അപ്പം ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2 ആൾക്ക് കഴിക്കാൻ കൃത്യമായിരിക്കും. അതിനെ നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഒരുവിധം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ സോസൊക്കെ ഇട്ട് കഴിയുമ്പം അങ്ങനെയാകുമ്പോൾ എല്ലാ പീസിലും നന്നായിട്ട് കോട്ടായിക്കൊള്ളും. അപ്പം ഏകദേശം ഈ ഒരു സൈസിൽ ഞാൻ ഈ ഇഡ്ലികൾ മുഴുവൻ മുറിച്ചിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇഡ്ലികളെ ഇതിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഇഡ്ലി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ ആ സോസൊക്കെ ചേർത്ത് കഴിയുമ്പം അതാകെ സോഗിയായി പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ്സും ക്രിസ്പിനെസ്സും ഒക്കെ ഇതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം നമുക്കിത് 2 സൈഡും തിരിച്ചിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ആ പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും 2ഉം ചെറുതായി പൊടിച്ച് അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞത് മിൻസ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് അത് ചേർക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ചേർക്കുക. പച്ചമുളക് ഇത് വാടിയതിന് ശേഷം ചേർത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കരിയാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് 2 വലിയ ഉള്ളി ഇതുപോലെ ക്യൂബ്സായി മുറിച്ചത്, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത് അതും ചേർത്തു. അത് ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം 2 ക്യാപ്സിക്കവും ചേർക്കുന്നുണ്ട്. അതും ഞാൻ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പച്ച മാത്രമേ തൽക്കാലം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതും ഒന്ന് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാടാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നമ്മുടെ സോസുകളൊക്കെ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇത് രണ്ടും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ ചെറുതാക്കിയിട്ട് വെച്ചാൽ മതി. ഇത് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അത്രയൊക്കെയല്ല എണ്ണയും ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. തണുത്ത വെള്ളമായിരിക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം നമുക്ക് ഈ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ആ വെള്ളം ഒന്ന് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ കോൺഫ്ലവർ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് തീ ചെറുതാക്കി വെച്ച് ഇതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ബബിൾ ചെയ്യുന്ന വരെ അല്ലെങ്കിൽ ഒന്ന് തിക്കാവുന്ന വരെ, ബബിൾ ചെയ്ത് തുടങ്ങുമ്പോൾ തിക്കാവും. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇതിനെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചതിന് ശേഷം ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ വേറെ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എല്ലാ ടേസ്റ്റുകളും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. എല്ലാ സോസുകളും ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചിലപ്പോൾ ഉപ്പുണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഇഡ്ഡലി വേഗം തന്നെ ചേർക്കുക. കാരണം ഇനി അത് വെച്ചിരുന്നാൽ അത് വറ്റിപ്പോവും. അപ്പം ഇത് ഇഡ്ഡലി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. സോസുകളൊക്കെ ഇഡ്ഡലിയിൽ നല്ലോണം കോട്ടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 പിടി മല്ലിയിലയും ചേർത്ത് നമുക്കിതിനെ ചൂടോടെ സെർവ് ചെയ്യാം. അങ്ങനെ മറ്റ് കറികളൊന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ബാക്കി വന്ന ഇഡ്ഡലിക്ക് നല്ലൊരു സൊല്യൂഷനാണ് ഈ ഇഡ്ലി മഞ്ചൂരിയൻ. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.